ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് വിചിത്രമായൊരു കഥ കേട്ടാലോ? നായകൾ ചാടി ആത്മഹത്യ ചെയ്യുന്ന സ്കോട്ട്ലാൻഡിലെ ഒരു പാലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് നായകൾ ആത്മഹത്യ ചെയ്ത ഓവർടൗൺ എന്ന ഈ സ്കോട്ട്ലാൻഡിലെ ഡംബർട്ടൺ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 1893 ലോർഡ് ഓവർടൗൺ എന്ന ധനികൻ തന്റെ വീട്ടിൽ നിന്നും തോട്ടത്തിലേക്ക് പോകുവാനാണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാനസിക നില തെറ്റുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ചില അമാനുഷിക രൂപങ്ങൾ കണ്ടതായും നിലവിളി ശബ്ദങ്ങൾ കേട്ടതായും അവിടുത്തെ ജനങ്ങൾ പറയും. അതിനുശേഷം ഈ പാലത്തിൽ നിന്നും നായകൾ ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 500-ൽ കൂടുതൽ നായകൾ ഇവിടെ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിലെ നായ്ക്കളെ കൊണ്ടുപോകുമ്പോൾ അവയുടെ പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ കാണാറുണ്ടെന്നും അവയുടെ ഉടമകൾ പറയുന്നു. മരിച്ചുപോയ ആ സ്ത്രീയുടെ ആത്മാവ് ആണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊരു വിഭാഗം ജനങ്ങൾ പറയും. കൂടാതെ 1994-ൽ വെറും 2 ആഴ്ച മാത്രം പ്രായമുള്ള കുട്ടീനെ അതിന്റെ അച്ഛൻ ഈ പാലത്തിൽ നിന്നും എറിഞ്ഞു കൊന്നുകളഞ്ഞു. അതും ഇതിനൊരു കാരണമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഈ നായകളുടെ മരണം കാരണം ദ റോയൽ സൊസൈറ്റി ഫോർ ആനിമൽസ് സംഘടന ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാൻ ഡേവിഡ് ജാക്സൺ എന്ന ഒരു ഗവേഷകനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ പാലത്തിനു താഴെ ഒരുതരം എലികൾ ധാരാളമുണ്ട്. അവയുടെ അടുത്തു നിന്നും വരുന്ന ഒരുതരം വാസനയാണ് നായകളെ താഴേക്ക് ആകർഷിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. എന്നാൽ ഇത്തരം എലികൾ സ്കോട്ട്ലാൻഡിൽ പലയിടത്തും വസിക്കുന്നു. അവിടെയൊന്നും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല. അതിനാൽ ഈ പാലത്തിനെ കുറിച്ചുള്ള ദുരൂഹത ഇന്നും നിലനിൽക്കുന്നു. തികച്ചും വിചിത്രമായ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.